ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ കേസീഡ് ഐൽ. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് പുതിയതായിട്ട് വന്നൊരു ഡൈനോസറിനെ വെച്ചാണ്. കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും, ഭയങ്കര ഫേമസ് ഒക്കെയാണ്. പുതിയതായിട്ട് വന്ന ഡൈനോസറാണ്. അതിൻ്റെ പുതിയ അപ്ഡേറ്റിൽ വന്നതാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റിലേക്ക് ഇൻവൈറ്റ് ഇട്ടുകയാണ് ഗായ്സ്. പക്ഷേ നമ്മുടെ മമ്മി പെട്ടെന്ന് ഇൻവിസിബിളായിട്ട്, അഥവാ മമ്മി ലീവ് എടുത്ത് ഇതാ. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോണേ. നമുക്ക് ഫോണിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ല ഗായ്സ്. അതുമാത്രമല്ല മാപ്പ് മൊത്തം ബഗ്ഗുമാണ്, കണ്ടില്ലേ? എൻ്റെ പുറകെ അവരുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അവരില്ല, മൊത്തം ബഗ്ഗായി കിടക്കുക. അതുമാത്രമല്ല വീണ്ടും നടക്കാൻ പതിയെ നടക്കുമ്പോൾ കണ്ട ഗായ്സ്, സ്പീഡിലോടുമ്പോൾ ഭയങ്കര സ്പീഡിലോടുന്നു. അങ്ങനെയൊക്കെയാണ് ബഗ്ഗായി കിടക്കുന്നത്. ഇവിടെ ഒരു മുതലേത്തെടുക്കണേ ഗായ്സ്, നിങ്ങൾ അത് കാണുന്നുണ്ടോ? അതവിടെ ഒരു മുതലാ കിടക്കണേ. അമ്മ പച്ചക്കറി ആയതുകൊണ്ട് മൈൻഡാക്കണില്ല. അമ്മക്ക് പോണം, അമ്മക്ക് ഇനി അഡൽറ്റ് ആവണം. അഡൽറ്റ് ആവാൻ 27 മിനിറ്റും കൂടി ഉണ്ട്. അബിലിറ്റീസ് ഇനി കുറേ അബിലിറ്റീസ് ഉണ്ട്. കാലം വെച്ച് ചുരുട്ടിടുന്ന അബിലിറ്റി, കാലം വെച്ച് ചാടി ചവിട്ടുന്ന അബിലിറ്റി, പിന്നെ തലയും വെച്ച് ചവിട്ടുന്ന അബിലിറ്റി. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ അബിലിറ്റി ഗായ്സ്. നമുക്ക് എന്തൊക്കെയായാലും ഇവിടെ കറങ്ങി തിരിഞ്ഞ് നമുക്ക് എന്തൊക്കെയാ അഡൽറ്റ് ആവാം. ഓക്കെ, ഇതാണ് ഇരിക്കണത്. ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയായാലും ഓക്കെ, നമുക്ക് X4 പോകണം. ആണോ? ഏതൊക്കെയാലും മോട്ടോൻ്റെ ചക്ക അവിടെ തന്നെയാണ്. അവിടെ നിന്നാൽ പണി കിട്ടും. വേറെ ഏതെങ്കിലും ഡൈനോസറൊക്കെ വരും. അപ്പോൾ ഗായ്സ്, നമ്മൾ ഓടി സൈഡിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൊരു പാക്കിംഗ് ഗെയിമായിരുന്നു. ഒരു ഭംഗിയില്ല, ചടവറ കൺട്രോൾസ് ആയിരുന്നു. പിന്നെ നമ്മൾ കടലിൻ്റെ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. കടലിൻ്റെ തീരത്ത് പോയി മൊസോസോറസ് തിരിച്ച് വിരുങ്ങും. അതുകൊണ്ട് ഞാൻ പോവാത്തത് ഈ അയിലും കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയായാലും H4 യാത്ര ഇനിയും തുടരാം. അവിടെ ചെന്നാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം ഗായ്സ്. 24 ഡൈനോസറുള്ള സെർവറാണ് അടുത്താക്കണേ. അതുകൊണ്ട് ഉണ്ടായിരിക്കും, കുറേ പേരുണ്ടായിരിക്കും. ഭയങ്കര ഒരിക്കും ഗായ്സ്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. പ്രത്യേകിച്ച് ഇവിടെ ഒന്ന് ഫൈറ്റൊക്കെ ഇട്ടിക്കണം ഗായ്സ്. അതാണ് ഇതുവഴി ഡേഞ്ചറാ. ഇതുവഴി പോകേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, അതുവഴി ഇല്ല നമുക്ക് പോകണ്ടേ. ഇതുവഴി പോകണ്ടേ. അങ്ങോട്ടേക്ക് പോകണം. ശല്യമല്ലോ. ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുവഴിയാണ് വേണ്ടത്. ശരിക്കറിഞ്ഞിപ്പോൾ പുഴയുടെ അടുത്തൊരു ഡെയിലി സ്ഥലമാണ് കഴിച്ചത്. അതൊക്കെ കരാനോടൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ടായിരിക്കും. പല വർഗത്തിൽപ്പെട്ട കരാനോടന്മാർ കുറേ കാര്യത്തിലുണ്ടാവുന്നുണ്ടായിരുന്നു. ശരിയാണ്. നടക്കില്ല. നമുക്ക് ഇങ്ങോട്ടേക്ക് നടന്ന് പോകാനുണ്ട്.
കടലിൻ്റെ ചേട്ട ഗൈസ്. കടലിൻ്റെ അടുത്തേക്ക് ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടൊക്കെ തെറ്റാണ്, അത് കട്ട് ചെയ്ത് കളയണം. കടലിൻ്റെ അടുത്തിട്ടില്ല, ഞാൻ നിങ്ങളെ ഉറങ്ങാണ്ട് വെറുപ്പിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. കുറേ ദൂരത്തെ രാത്രിയാണ് ഗൈസ്. മുമ്പിൽ വല്ല ഡൈനോസറിനെ കണ്ടാൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ B10-ലെത്തുക. B10-ഒക്കെ ഉണ്ടാവും. ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അതിൽ ഇത്ര നാളും കളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ അറിയില്ലായിരുന്നു എനിക്ക്. ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ അറിയില്ലായിരുന്നു. ഞാൻ വീണ്ടും റെസ്റ്റ് എടുക്കുകയാണ് ഗായ്സ്. എന്തൊക്കെയായാലും നിങ്ങളെ കാട്ടി വെറുപ്പിക്കുന്നില്ല. 1 കിലോമീറ്റർ നടക്ക് റെസ്റ്റ് എടുക്കുക. ഞാൻ കടലിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല ഗായ്സ്. ഇതൊന്നും മൊസോസോസ് വീഴൂല. പറ്റുള്ളൂ ഗായ്സ്. നമ്മൾ ജൂനിയറായ കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയണത് ഗായ്സ്. കുറച്ച് നേരം കൂടി മതി സബ് അഡൽട്ട് ആവാൻ. സബ് അഡൽട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അഡൽട്ട് ആവും. അഡൽട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുട്ടയിട്ട് വിരിയിപ്പിക്കാൻ ഗായ്സ് പറ്റുമെങ്കിൽ നോക്കാം ഗായ്സ്. നമ്മളിവിടെ കിടന്ന് കഴിഞ്ഞിരിക്കുകയാണ്. കടലിൻ്റെ പച്ചക്കറികളൊക്കെ ഇറങ്ങി അവിടെ മണ്ണൊക്കെയാണ് ഗായ്സ്. പച്ചക്കറികളാണ് കണ്ടുപിടിക്കില്ലാലോ എനിക്ക്. ഗായ്സ് രാവിലെ ഗായ്സ് നമ്മൾ എത്തി3യിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതൊക്കെ എത്തിയാണ് വെള്ളം വീടുന്ന കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്. വെള്ളം മാത്രമല്ല ഗായ്സ്, ഫുഡും വീടുന്നുണ്ട്. ഫുഡ് ഇവിടെ അടുത്തുണ്ടായിരുന്നില്ല. അന്വേഷിക്കണം ഗായ്സ്. എന്നുവെച്ച് നമുക്ക് നേരെ SS4-ലേക്ക് വേണം ഗായ്സ്. എനിക്കിങ്ങനെ കറങ്ങി വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഇങ്ങോട്ടേക്ക് പോയാൽ മതിയായിരുന്നു. ഞാൻ മണ്ടത്തരം കേട്ടത്. എന്ത് പറയാനാണ് ഗായ്സ്, എന്തൊക്കെയാണ് പറഞ്ഞില്ലേ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഗായ്സ്. നമുക്ക് എന്തൊക്കെയാലും അവിടെ എത്തിയിട്ട് വേണം തീറ്റെടുക്കാൻ. ജീവിതകാലം മൊത്തം ജീവിച്ചു തീർക്കാൻ. എന്നിട്ട് ചാവണം. അവസാനം ഗായ്സ് വേണം ചെയ്തിട്ട് പോകണം. തട്ടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ റിവെഞ്ച് എടുക്കാൻ വന്നായിരിക്കും ഗായ്സ്. ഞാനിനി പോയി അവിടെ വരെ എത്തട്ടെ. എന്നിട്ട് വേണം എനിക്ക് അവിടെ അടിച്ചിടിച്ചിടിച്ച് തോപ്പിക്കാൻ. പുതിയ ഡൈനോസറാണെന്നുള്ള അഹങ്കാരം ഗായ്സ്. നമ്മളിവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ ഞാൻ ഇതുവരെ ഒരു ടീറക്സിൻ്റെ ഫൈനൊന്നും കണ്ടിട്ടില്ല. വേണം നേരെ പോവാൻ ഗായ്സ്. പോണ വഴിക്കും കാലം കണ്ടാൽ നമ്മൾ അവിടേക്ക് തട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ സബ് അഡൽട്ടായി ഗായ്സ്. അഡൽട്ടായാലും ഒരു ട്രൈസെറാടോപ്സിൻ്റെ കുഞ്ഞിൻ്റെ അത്ര ഉണ്ടാവുള്ളൂ. അതാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറുതാവുമ്പോൾ എന്തിൻ്റെ കുഞ്ഞിൻ്റെ അത്ര ഉണ്ടാവുമെന്ന്. ഗല്ലി മൊമോസിൻ്റെ കുഞ്ഞിൻ്റെ അത്ര ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇരിക്കണം ഗായ്സ്. എനിക്കറിയില്ല, നമ്മൾ ടീറക്സൊക്കെ ആയിട്ട് ഇവൻ്റെ മുമ്പിൽ ചെന്നാലേ നമുക്ക് സൈസ് ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ടീറക്സിൻ്റെ അത്രയും പൊക്കം ഉണ്ടായ ട്രൈസെറാടോപ്സിന്. പിന്നെ അഡൽട്ടാകുമ്പോൾ ട്രൈസെറാടോപ്സിൻ്റെ കുഞ്ഞിൻ്റെ അത്ര ഉണ്ടാവുകയെന്ന് വെച്ചാൽ അവന് പവറുണ്ട്, പക്ഷെ ചെറുതാണ്. അതാണ്. പക്ഷെ ഇവന് നല്ല ഓട്ടമുണ്ട് കേട്ടോ ഗായ്സ്. മുമ്പത്തേക്കാട്ട് ഓട്ടം കൂട്ടിയിട്ടുണ്ട് അവർ. മുമ്പ് അരഞ്ഞ് പോകുള്ളൂ. ഇപ്പോൾ ഓട്ടമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓട്ടോ നന്നായിട്ട് കൂട്ടി അവർ കണ്ടായി. ഇപ്പോഴും നമ്മൾ ചെടീൻ്റെ ഒക്കെ അത്ര ഇല്ല. എന്നിട്ടാണ് അഹങ്കാരം ഗായ്സ്. നമുക്ക് എന്തൊക്കെയാലും S4 നിൽക്കണം ഗായ്സ്. S4 ഓ ഗായ്സ്, നമ്മുടെ ഫ്രണ്ട്സ്. ഹായ് നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് ഗായ്സ്. ഫ്രണ്ട്സ് ഹലോ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെ കാത്തിരിക്കുകയാണ് ഗായ്സ്. നമ്മളെ കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ ഫ്രണ്ട്സൊക്കെ. ഒരു കാരണം
ഗായ്സിൻ്റെ അടുത്ത് നമ്മ എത്തി ഗായ്സ്. കാരണമൊക്കെ ചത്തടിഞ്ഞ കാരണം വലിയ പട്ടി റോളിറക്കാൻ വന്നാണ് ഗായ്സ്. കാരണം പട്ടിക്കൂന്ന് ഓടി രക്ഷപ്പെട്ടത് കാറിൻ്റെ കാര്യം വെടന്ന് പോയിട്ടുണ്ട്. ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഇതിന് മാത്രമേ ഞാൻ കണ്ടില്ല. ഇവിടെ ആരും കാണാനില്ല. എല്ലാവരും എല്ലാ സ്ഥലത്തും ബഗ്ഗടിച്ച് എടുക്കണമെന്ന് വേറൊരുത്തന്തേനെ. ഹായ് ബ്രോ, ഇതല്ലേ ഇവനേതാ? ഓ ഇവനാണ്. ഡെറ്റാവാറായി. ഡെറ്റായി കഴിഞ്ഞാൽ മുട്ടയിടണം ഗായ്സ്. മുട്ടയിടക്കിടന്ന് വെള്ളം കുടിച്ച് നമുക്ക് ഫോറിലേക്ക് കിട്ടുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കണ്ടല്ലോ. അത് നമ്മുടെ ഫ്രണ്ടാക്കി ഇവിടെ നമ്മൾ ഗ്യാങ്ങിട്ട് കഴിക്കും. ഗ്യാങ്ങാണ് വീട്ടോട്ടവും. നമുക്കിന്നിവിടെ കിടന്ന് വളർന്ന് വലുതായി ബലഹായി. അപ്പം നമ്മൾ വലുതാവും ഗായ്സ്. ഗെയിം ഇത് മറ്റേതൻ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ട് വലിയ ആളാവണയാണ് അവൻ. നമ്മളെങ്കിലും അവനൊന്ന് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഗായ്സ്. അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് അടിക്കാൻ ഗായ്സ്. അടിക്കാൻ പറ്റുമോ? പേടിക്കണം. അമ്മ എന്തിനാണ് അല്ലെങ്കിൽ ഇതിനൊക്കെ കൈകാലിലാണ്. ഇത് മമ്പനടിയായിരുന്നു. ടീച്ചറിനെ പുതിയതായിട്ട് വന്ന മറ്റേവനടി. അവനകത്ത് നമുക്ക് അവനെ തീർക്കണം ഗായ്സ്. അവനെ തീർക്കണം. അടിച്ചു കൊള്ളല്ലേടാ. ഓ ഗായ്സ്, സോറി ബ്രോ. അടിക്കല്ലേ അടിക്കല്ലേ. പോ അയ്യോ ഓടിക്കോ ഗായ്സ്. അമ്പമ്പോ ഗായ്സ്. ഓടിക്കോ. എന്ത് ഇതൊക്കെ ഓടിക്കോ ഗായ്സ്. ഇതൊക്കെ രസമില്ല. ഞാനിതിപ്പോഴാണ് കേട്ടോ ഗായ്സ് കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഓടി. എൻ്റെ അമ്മ ഗായ്സ് എല്ലാവരും ചത്തുടഞ്ഞുകൊണ്ടിരിക്കണേണ് ഗായ്സ്. ഗായ്സ് നിങ്ങളുടെ മുകളിൽ കണ്ടോ? കില്ല്. ഓ ബാക്കപ്പ് ഗായ്സ്. ബാക്കപ്പ് ഇപ്പം ചത്തുവിടാം ഞാൻ. നമ്മിപ്പോൾ ചാവണ്ടിയായിരുന്നു. ടിഗറക്സിനെ കടിച്ചിട്ടുണ്ട്. ഇതാണ് ഗായ്സ് ഇവൻ്റെ ഓവർ. ഞാൻ പറഞ്ഞില്ലേ ചെറുതാണെങ്കിൽ ഇതാണ് ഇവൻ്റെ ഓവർ. ഇതായിരിക്കണം ഇവൻ്റെ ഓവർ. പക്ഷെ പേടിത്തൊണ്ടന്മാർക്കൊന്നും കളിക്കാൻ പറ്റിയവനല്ല ഇവൻ. പ്രത്യേകിച്ച് എന്നെ പോലുള്ളവന്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ന്യൂബിനൊന്നും കളിക്കാൻ പറ്റിയവനല്ല ഇവൻ. അവന്മാരൊക്കെ കണ്ടം വഴി ഓടി രക്ഷപ്പെട്ട് ഗായ്സ്. ഞാൻ അതേപോലെ തന്നെ. പക്ഷെ അതേപോലെ തന്നെ
ഇതേപോലെയൊക്കെ അല്ല, അതേപോലെ തന്നെയാണ് അവന്മാരൊക്കെ കണ്ടാൽ മതി ഒരു രക്ഷപ്പെട്ടു. പക്ഷെ ചിലവരൊക്കെ നിന്ന് ഫൈറ്റ് ചെയ്ത് ഇതേ കാരണമാണ് ഓടിച്ചിട്ടുണ്ട്. പണ്ടേ സീനാണെന്ന് അറിയാലോ എനിക്ക്. പണ്ടേ സീനാണെന്ന് അറിയാലോ. അപ്പോൾ ഗൈസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആരാണ്ട് പറയും മറ്റേ ബഗ് സൗണ്ട്. ഇതന്നെ അവന്മാർ പറഞ്ഞതാണ് ഗൈസ്. എത്ര ഡെഡ് ബോഡിയാണെന്ന് ഞാൻ ഒന്ന് കൗണ്ട് ചെയ്തിട്ട് വരട്ടെ. ഡെഡ് ബോഡീസ് എത്രയാണ്? 1 2 അവസാനം വരെ ഫൈറ്റ് ചെയ്തിരുന്ന 3. ചിലവരൊക്കെ കണ്ടവഴി ഓടിയ ഷോട്ട് ഒന്നും കിട്ടിയില്ല. ക്ഷമിക്കണം. അവന്മാരൊക്കെ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവന്മാരൊക്കെ അഹങ്കാരമാണ് ഗൈസ്. പക്ഷെ നമുക്ക് ഇല്ലാതെ അഹങ്കാരമാണ്. അതാണ് നമ്മൾ. 1 മിനിറ്റ്. ഗൈസ് അപ്പം എല്ലാവർക്കും അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അവനെ ഗ്രോത്താക്കി കിട്ടിയാൽ നോക്കട്ടെ നമുക്ക്. പോയി നോക്കാം. അവനെ മേടിക്കണം ഗൈസ്. അവനെ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾ നോക്കുമോ? പക്ഷെ ഗ്രോത്താക്കി കിട്ടിയല്ല. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.